ഹലോ, ഇന്ന് പൊട്ടറ്റോ ഒന്നും ചേർക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫിംഗേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. എന്നാലും നമ്മളിതിൽ പൊട്ടറ്റോ ഒന്നും ചേർത്തിട്ടുമില്ല. ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% ഗ്യാരണ്ടി ഞാൻ പറയാം. കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതുപോലെ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഇത് പ്രിപ്പയർ ചെയ്യരുത് കേട്ടോ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്കിതുപോലെ പൊടിയായിട്ട് എരിഞ്ഞിട്ടുള്ള സവാള, ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കി എരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള ഡാർക്ക് ബ്രൗൺ ആയിട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുന്ന സവാളയിലേക്ക് നമുക്കിതുപോലെ ചെറുതാക്കി എരിഞ്ഞിട്ടുള്ള പച്ചമുളക്, നമ്മൾ എരിവിന് വേറെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കില്ല. അപ്പോൾ ആവശ്യത്തിന് എരിവ് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് പച്ചമുളക് വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂണോളം ജിഞ്ചർ പേസ്റ്റും അരച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ, ഇതുപോലത്തെ സ്പൂണിൽ 3 സ്പൂൺ മൈദയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ മൈദ ഇതിലിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അടി കട്ടി കുറവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് ഇതുപോലെ നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മൈദ കരിഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇത്തിരി കട്ടിയുള്ള പാത്രം എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ മൈദയൊക്കെ നന്നായിട്ട് മൂത്തൊരു സ്മെല്ല് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്തത്, നിങ്ങൾക്ക് സാധാ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ആ ഒറിഗാനോടെയൊക്കെ ഒരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിനെ നല്ല ടേസ്റ്റി ആക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ, പശുവും പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കട്ടിയായിട്ടുള്ള ആ ഒരു മൈദയൊക്കെ ഇത് ഉടഞ്ഞ് ഒരു സോസ് പോലെയാവും. അത് ആ സോസ് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കനായിട്ട് അതൊരു മസാല പരുവത്തിലേക്ക് ഏതാണ്ട് ഒരു കട്ടിയുള്ള ഒരു രീതിയിലേക്ക് അത് മാറും. ഇനി ഇതുപോലെ ഒരു 2 മിനിറ്റും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കണം. അപ്പോഴാണ് ആ പാലിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി ആ മൈദയൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുള്ളൂ. ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സോയാ സോസ് ഇപ്പോൾ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ മുൻപേ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കാതിരുന്നത്. കാരണം സോയാ സോസിൽ ഒരു ഉപ്പ് രസം ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ചിക്കൻ ഫിംഗേഴ്സ് അല്ലേ, അപ്പോൾ വെറുതെ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനെ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്ത് ഷെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സാക്കാം. ഇതുപോലെ ചിക്കൻ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇനി നമ്മൾ ചൂടാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ഇപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നിട്ട് ഒന്ന് തണുക്കട്ടെ, ഫുള്ളായിട്ട് തണുക്കണ്ട, നല്ല ചൂടൊന്ന് മാറിക്കിട്ടിയാൽ മതി. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാലയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുന്നതിനെക്കാട്ടും ഈ സമയത്ത് ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് മോസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ചീസ് ചേർക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ സ്നാക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആവുന്നത്. ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിഗാനോ ചേർക്കുമ്പോൾ ഇത്തിരിയും കൂടിയും 1/2 ടീസ്പൂണിന് പകരം ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക്
ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം. ചീസിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, സോയാ സോസിലും ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ എല്ലാതും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയിൻ്റെ അടിയിൽ ഒരിത്തിരി എണ്ണാക്കിയ ശേഷം ഇതിൽ നിന്ന് ഒരിത്തിരി കുറച്ചെടുത്തിട്ട് നമുക്ക് കൈയിൻ്റെ അടിയിലിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നീളത്തിൽ ഫിംഗേഴ്സ് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. കൈൻ്റെ അടിയിലിട്ട് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നീളത്തിലായിട്ടുള്ള ഒരു രീതിയിലേക്ക് എടുക്കാം. ഇത് ബോൾസാക്കി ചെയ്യുന്നതിനെക്കാട്ടും ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലെ നമുക്ക് ഫുള്ള് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ചെടുത്തിട്ട് കൈൻ്റെ അടിയിലിട്ട് ഉരുട്ടി ഇതുപോലെ നീളത്തിലുള്ള ഫിംഗർ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഫുള്ളായിട്ടും ഇതുപോലെ ഞാൻ ഫിംഗേഴ്സാക്കി ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫിംഗേഴ്സിന് ആദ്യം നമുക്ക് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ചിക്കൻ ഫിംഗേഴ്സ് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് മുട്ടയിലും ഇതിൽ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കോട്ടിങ് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ മുട്ടയിൽ ഒന്ന് മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക, വീണ്ടും മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ ആ ഒരു ഔട്ടർ കോട്ടിങ് കുറച്ചും കൂടി നല്ല കട്ടിയിലായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഇപ്പം 2 പ്രാവശ്യം ഇതാക്കി കാണിച്ചു. സാധാരണ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം ഞാൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ തന്നെ നന്നായിട്ട് അത് കോട്ടഡായിട്ട് വരും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാതും ബ്രെഡ് ക്രംസിലും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം ഇതുപോലെ നമുക്ക് കുറച്ച് എണ്ണ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. പൊരിച്ചെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എണ്ണ അധികം ചൂടാവേണ്ട, ഒരു മീഡിയം ഹീറ്റിലായാൽ മതി. പിന്നെ നമ്മൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്ക് ശരിയാവില്ല. അധികം നേരം ഒന്നും ഇത് ഫ്രൈ ചെയ്യേ വേണ്ട, കാരണം ഉള്ളിൽ ഉള്ള ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. പിന്നെ പുറത്തുള്ള ഒരു കോട്ടിങ് മാത്രമാണ് ഒന്ന് കുക്കാവേണ്ടതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാനായിട്ട് പറ്റും. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കാൻ വേണ്ട. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കുകളിൽ നിന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. ആദ്യം നമ്മളൊരു വൈറ്റ് സോസ് പോലെ പ്രിപ്പയർ ചെയ്തു, പിന്നെ അതിലേക്ക് ചിക്കനും ഒറിഗാനോയുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.